ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 6 ഓഫ് ഡെയിലി വർക്കൗട്ട് സീരീസ് എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഇന്ന് വർക്കൗട്ടൊന്നും നടന്നില്ല. വർക്കൗട്ട് നടക്കാത്തതിൻ്റെ റീസൺ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോഴത്തെയും പോലെ നമ്മൾ രാവിലെ എണീച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് വാമപ്പ് ചെയ്തു. കാരണം വീട്ടിൽ നിന്ന് വാമപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോലും. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ വാമപ്പ് ചെയ്തു. വാമപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് ഹിപ്പിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. പിന്നെ സാധാരണഗതിയിൽ സാറ്റർഡേയ്സ് ഈവനിങ് സെക്ഷനകത്ത് വർക്കൗട്ട് ഇല്ല. മോർണിംഗ് മാത്രമേ ചെയ്യില്ല. മോർണിംഗ് നല്ല ഇൻറ്റൻസ് അല്ല, അത്യാവശ്യം നല്ല ലോങ് റൺ ചെയ്യും. ലോങ് റൺ എന്ന് പറയുമ്പോൾ മിനിമം ഒരു 10 കിലോമീറ്റർ എങ്കിലും റൺ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പീഡ് വർക്കൗട്ടോ അങ്ങനെ എന്തെങ്കിലും നല്ല ഇത്തിരി എഫക്റ്റീവ് ആവുന്ന രീതിക്കാണ് ചെയ്യൽ. പിന്നെ റോട്ടിൽ ഓടാൻ പോകാനും പറ്റില്ല. കാരണം റോട്ടിൽ നമ്മൾ ഇവിടുത്തെ റോഡ് ഇത്തിരി ഡേഞ്ചറാണ്. വണ്ടികൾ ഭയങ്കര ഇതിലാണ് വരവ്. അപ്പോൾ നമ്മൾ റോട്ടിൽ പോകണമെങ്കിൽ ഭയങ്കര നേരത്തെ പോകണം. അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മള് ഗ്രൗണ്ടിലേക്ക് പോണത്. ഗ്രൗണ്ടിൽ തന്നെയാണ് ഞാൻ മാരത്തോൺ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ മാരത്തോൺ ഓടുന്ന സമയത്ത് മാരത്തോണിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ വരും വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മാരത്തോൺ ഓടുന്ന സമയത്ത് 21 കിലോമീറ്ററാണ് ഓടിയത്. അപ്പോൾ നമുക്ക് ഓടി നോക്കാൻ ഞാൻ ആദ്യം റോട്ടിൽ ഓടി കുറച്ച് ദിവസങ്ങൾ. പിന്നെ എൻ്റെൽ വണ്ടിയില്ല. പിന്നെ കുറച്ച് ദൂരമാണ് റോഡ് നമ്മൾ ഇവിടുന്ന് ഓടാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ഒരു 3 കിലോമീറ്റർ പോയിട്ട് അവിടുന്നാണ് ആ ഒരു റോട്ടിൽ ഓടാൻ പറ്റുള്ളൂ. പക്ഷെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ തന്നെ ഓടിയത്. ഗ്രൗണ്ടിൽ ഓടുക എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഗ്രൗണ്ടിൽ ഓടാൻ വഴിയേ ഉള്ളൂ. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ്റർഡേയ്സിലാണ് നമ്മൾ ഓടുക മാക്സിമം ഈ ലോങ് റണ്ണ്. സാധാരണഗതിയിൽ 10 ടു 15 കിലോമീറ്ററാണ് ഓടൽ. 10, 60 റൗണ്ടാണ് ഓടൽ. 10, 20, 200 മീറ്റർ ഗ്രൗണ്ടിൽ 60 റൗണ്ട് ഓടിയാൽ തന്നെയാണ് ഒരു 12 കിലോമീറ്റർ എങ്കിലും ആവുള്ളൂ. ഓക്കെ. പിന്നെ മാരത്തൺ ഓടാൻ പോണ സമയത്ത് നമുക്ക് റോട്ടിൽ ഓടാൻ വഴിയില്ല. കാരണം റോട്ടിൽ ഓടുമ്പോൾ തന്നെ നമുക്ക് ഈ ഹൈ കുപ്പിയും കൈ പിടിച്ചിട്ടൊക്കെ ഓടണം. നമുക്ക് ഹൈഡ്രേഷൻ മസ്റ്റ് ആണല്ലോ. കാരണം ഓടി പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ 20 കിലോമീറ്റർ വരെ ഈ ഗ്രൗണ്ടിൽ ഓടിയിട്ടുണ്ട്. ഒരു തവണയേ ഓടിയിട്ടുള്ളൂ. 100 റൗണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കലാപരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് ശേഷം ഫെബ്രുവരിയിൽ മാരത്തോൺ ഫസ്റ്റ് പ്രൈസൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വെറുതെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഓടിയതാണ്. ഓടി നോക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള ഒരു ഫീലിംഗ് തന്നെയാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ ഹൈബ്രിഡ് അത്ലറ്റിന്റെ ഫീൽഡിലോട്ട് വരുന്നത്. അതൊരു നല്ലൊരു ഫീൽഡാണെന്നൊക്കെ മനസ്സിലായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഇതൊക്കെ എന്താ ഇവിടെ പറയണന്ന് വെച്ചാൽ പറഞ്ഞു വന്നപ്പോ ഒരു ഫ്ലോയില് വന്നതാ. ഓക്കെ. പിന്നെ ഇന്നത്തെ വർക്കൗട്ടിന്റെ ഒരു സ്കീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കൗട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിന്ന് വാമപ്പ് ചെയ്തിട്ട് വലിയ കാര്യത്തില് വീട്ടിന്ന് ഇറങ്ങിപ്പോയി. വീട്ടില് ഗ്രൗണ്ടിലേക്ക് പോയി. ഗ്രൗണ്ടിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തു. റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ റൗണ്ടിൽ വഴുക്കി ഗ്രൗണ്ടിൽ. വഴുക്കലെന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര വഴുക്കലാ. ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല. പക്ഷെ വഴുക്കിയിട്ട് അഥവാ വീണതാണെങ്കിൽ പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ഞാൻ ആ വഴുക്കൽ കണ്ടതും ഞാൻ സ്പോട്ടിൽ അവിടെ നിർത്തി. പിന്നെ ഞാൻ ഓടിയില്ല. പിന്നെ ഞാൻ വാക്ക് ചെയ്തു. നല്ല രീതിക്ക് വാക്ക് ചെയ്തു. കാരണം ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ഷൂസ് കാണിച്ചു തരാം. ഷൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മാക്സിമം തട്ടി അവിടെ ഇവിടെയും തട്ടി ഗ്രൗണ്ടിലൊക്കെ തട്ടിക്കഴിഞ്ഞിട്ട് അതായത് റോട്ടിൽ കൂടെ നടന്നു വന്നിട്ട് വീടെത്തിയിട്ട് ആണ് എൻ്റെ ഷൂസ് ഇങ്ങനെ. മനസ്സിലായോ? അപ്പോൾ അവിടെ എത്ര ചളി ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നല്ല വഴുക്കൽ വഴുക്കി. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. പറ്റിയതാണെങ്കിൽ പിന്നെ പണി കിട്ടിയിരുന്നു. പക്ഷെ ഒന്നും സംഭവിക്കാത്തത് എന്തോ ഭാഗ്യം. ഞാൻ ആക്ച്വലി 2 വീക്സ് ആയിട്ടുള്ളൂ നേരത്തെയുള്ള ഒരു ഇഞ്ചുറി ഒന്ന് മാറിയത്. കാലിന് ചെറിയൊരു ഇഞ്ചുറി വന്നിട്ട് 2 വീക്സ് ആയിട്ടുള്ളത് റിക്കവർ ആയിട്ട്. അതിനുശേഷം ഈ വീക്കിലാണ് ഞാൻ പിന്നെയും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഈ ആഴ്ച തൊട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പോ ഈ 2 ആഴ്ചയിലെ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ 12 കിലോമീറ്റർ ഓടാന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോണത്. എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റാത്തതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, ഭയങ്കര ഇതാണ് എൻ്റെ ഷൂസിന്റെ അവസ്ഥ കണ്ടില്ലേ. ഷൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടിൽ ഓടി റോട്ടിൽ കൂടെ നടന്നു വന്ന് അവിടെ ഇവിടെ എല്ലാം തട്ടിക്കളഞ്ഞിട്ടാണ് ഇത്രയും ചളി പിന്നെയും ബാലൻസ്. ഇത്രയും വഴുക്കലുണ്ടായിരുന്നു. എന്തേ ഓടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇനി ഞാൻ ഇങ്ങനെ ഓടില്ല. ഓക്കെ. വഴുക്കലുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ കാര്യം. ഇന്ന് മൊത്തം മൂഞ്ചലായിരുന്നു. അങ്ങനെ സീനൊന്നുമില്ല. നമുക്കും നല്ല ദിവസം വരുമല്ലോ. അടുത്ത ദിവസം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. ഞാൻ വരും ദിവസങ്ങളിൽ എൻ്റെ വ്ളോഗ് ഞാൻ എന്തായാലും നല്ല രീതിക്ക് തന്നെ അപ്ലോഡ് ചെയ്യണമായിരിക്കും.